ശ്രീ രാധാകൃഷ്ണൻ, നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നു. അത് വലിയ ചലനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ മേയറായി അവരോധിതനായ രാജേഷ് പറയുകയുണ്ടായി, നരേന്ദ്രമോദി 45 ദിവസത്തിനകം തിരുവനന്തപുരത്തെത്തി പ്രഖ്യാപനം നടത്തുമെന്ന്. 27-ാം ദിവസമാണ് എത്തിയത്, വാക്കുപാലിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ വികസന കുതിപ്പിലേക്കായിരിക്കും കാര്യങ്ങൾ മാറാൻ പോകുന്നത്, അല്ലേ? അതെ, അത് പുത്തരിക്കണ്ടത്ത് നിന്ന് തുടങ്ങിയിരിക്കുകയാണ്. പത്മനാഭസ്വാമിയുടെ നടയിൽ നിന്നാണ് മോദിജി വാക്കു കൊടുത്തിട്ട് പോയിരിക്കുന്നത്. അത് സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖർജി പറഞ്ഞ വാക്കും പാലിച്ചു. 45 ദിവസത്തിനകം തിരുവനന്തപുരം വരും, മേയറുമായിട്ട് ഡിസ്കഷൻ നടത്തും, തിരുവനന്തപുരത്തിൻ്റെ സമഗ്രമായ വികസന പാക്കേജ് അദ്ദേഹത്തിന് സമർപ്പിക്കും. അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹം സംസ്ഥാന കോർ ടീം ഒരു നിവേദനം തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ചന്ദ്രശേഖറുടെ നേതൃത്വത്തിലുള്ള ടീം കേരള കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ പല മാധ്യമങ്ങളും ആക്ഷേപിക്കുന്നുണ്ട്. പണ്ടേ കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ, പിണറായി മുഖ്യമന്ത്രി സാറിൻ്റെ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു മാധ്യമ സിൻഡിക്കേറ്റ് കേരളത്തിലുള്ളത് പുച്ഛിക്കുന്നുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട്. അദ്ദേഹം വന്നു, ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല, കുറേ കാര്യങ്ങൾ അങ്ങൂഞ്ഞും തൊടാതെ പ്രസംഗിച്ചു, പോയി, കുറേ മലയാളം പറഞ്ഞാൽ അത് വികസനമാകുമോ? എന്തൊരു നിരുത്തരവാദപരമായ റിപ്പോർട്ടുകളാണ് ചില ചാനലുകൾ കൊടുക്കുന്നത്. രാജേഷ് സ്വീകരിക്കുവാൻ എയർപോർട്ടിൽ പോയില്ല, എന്തുകൊണ്ട് മേയറല്ലേ സ്വീകരിക്കേണ്ടത്? ഇവിടുത്തെ മാധ്യമങ്ങളാണ് പ്രോട്ടോക്കോളുകൾ നിശ്ചയിക്കുന്നത്, ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. വേറൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിലുള്ളൊരു ദുഷ്പ്രചരണം, നുണപ്രചരണം കേരളത്തിൽ ഇങ്ങനെ ഇതിനെ വേണമെങ്കിൽ ജിഹാദി മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം പോകാത്തത് നമുക്കറിയാം. നേരത്തെ മുൻ മേയറായിരുന്ന അവർ രാഷ്ട്രപതിയെ സ്വീകരിക്കുവാൻ പോയി. ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ വെച്ച് രാഷ്ട്രപതി എത്തുന്നതിന് മുമ്പേ വേദിയിലെത്തണമെന്ന് പറഞ്ഞ് ഹോണടിച്ച് കയറി. അത് പിന്നെ പ്രോട്ടോക്കോൾ ലംഘനമായി. അതുമല്ല, ഇദ്ദേഹം അവിടെ പോയി കഴിഞ്ഞാൽ അദ്ദേഹം എത്തിയാലും പുത്തരിക്കണ്ടത്ത് ബഹുമാനപ്പെട്ട മേയറിന് എത്താൻ നോക്കില്ല, പ്രധാനമന്ത്രി എത്തിയാലും. എത്ര ഷോർട്ട് കട്ടിൽ വന്നാലും അരമണിക്കൂർ ലേറ്റാവും. ആ സമയം കൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഫയലുകൾ റെഡിയാക്കുകയാണ്. മേയർ വന്നു, 10 ദിവസം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പുകൾക്ക് സമയം പോയി. 10 ദിവസം ബാക്കി സ്വീകരണ കാര്യങ്ങളും. അതിനിടയ്ക്ക് ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് ഒരു ദിവസം കൗൺസിൽ കൂടി. പ്രധാനമന്ത്രിക്ക് ഇന്ന നിവേദനങ്ങൾ കൊടുക്കണമെന്ന് കൗൺസിലിനെ ബോധിപ്പിക്കണം. അവിടെ BJP കൗൺസിൽ മാത്രമല്ല, പ്രതിപക്ഷത്തെ ബോധ്യപ്പെടുത്തണം. ജനാധിപത്യ പ്രക്രിയയിൽ കൗൺസിലർ എന്ന് പറയുമ്പോഴോ മേയർ എന്ന് പറയുമ്പോഴോ എല്ലാവരുടെയും പൊതുസ്വത്തായി കഴിഞ്ഞു, എലക്ട് ചെയ്ത് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാ 101 കൗൺസിലറെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ്, സ്മാർട്ട് സിറ്റി പദ്ധതി, വിഴിഞ്ഞം പ്രോജക്റ്റിന്, വിഴിഞ്ഞം കോർപ്പറേഷനിൽ വരുന്നതാണ് തുറമുഖം, അതിനുള്ള പദ്ധതി, വിമാനത്താവളത്തിൻ്റെ പദ്ധതി, ബ്രഹ്മോസ് മാറ്റുന്നതിനെക്കുറിച്ചുള്ള പദ്ധതി, ഇത്തരത്തിൽ ഓരോന്നിനും 10-75 പേജുള്ള ഒരു പ്രൊപ്പഗണ്ട തയ്യാറാക്കി PM-ന് കൊടുക്കുവാൻ സമയം വേണ്ടേ? അതിനുള്ള എക്സ്പെർട്ടുകളെ കണ്ടെത്തണ്ടേ? അപ്പോൾ അതിനു വേണ്ടിയാണ് വെറുതെ പ്രധാനമന്ത്രി സ്വീകരിക്കുവാൻ അവിടെ പോയാൽ പ്രോട്ടോക്കോളുണ്ട്, ഇത്ര സമയത്തിനകത്ത് അതിനകത്ത് കയറണം. ആകെ എക്സംഷൻ ഉള്ളത് ജില്ലാ കളക്ടർക്കും മേയർക്കും നമ്മുടെ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം എയർപോർട്ട് പ്രോട്ടോക്കോൾ ഓഫീസർ ഇത്ര മണിക്ക് മുമ്പേ അതിനകത്ത് കയറണമെന്ന നിബന്ധനയുണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ തൊട്ടു തൊഴുതു ഡെപ്യൂട്ടി മേയറെ പ്രധാനമന്ത്രിയായിട്ട് പിണക്കം, MD രമേശിനെ പ്രസംഗിക്കാൻ വിളിച്ചിട്ടില്ല, സുരേന്ദ്രൻ മാറി പുറകെ നിന്നു, ഓഫീസിൽ മറ്റേ ബ്യൂറോക്രാറ്റായിരുന്ന IPSC മാഡത്തെ ഫ്രണ്ട് നിരയിൽ ഇരുത്തിയില്ല. എന്തെല്ലാം കഥകളും. അതുപോലെ പ്രധാനമന്ത്രി വേറൊരു പ്രസംഗത്തിലുടനീളം പറഞ്ഞ കാര്യം, പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളെക്കുറിച്ചും ഇവിടെ പറയുകയുണ്ടായി. അതെ, അത് പ്രധാനമന്ത്രി, അതായത് മോദി 2014 അധികാരത്തിൽ വന്ന നാൾ മുതൽ നടപ്പിലാക്കി വരുന്നതാണ്. ഇപ്പൊ ആവാസ് യോജന, പലതരത്തിലുള്ള വഴിയോര കച്ചവടക്കാർക്കുള്ള വായ്പയൊക്കെ. അത് കേരളത്തിൽ ഊന്നി പറയണമെന്നുണ്ടെങ്കിൽ
അത് വേണ്ട തരത്തിൽ ഇവിടുത്തെ ജനങ്ങളിലേക്ക് എത്താതെ പോയിട്ടുണ്ട് ആണ് ചിലർ കാരണം. അതെ, ഇപ്പൊ അത് മോദി ഒന്ന് സൂചിപ്പിച്ചതാണെന്ന് എനിക്ക് ആവാസ് യോജന 700 കോടി രൂപയാണ്, 1-2 കോടി രൂപയല്ല. കഴിഞ്ഞ ടൗൺ ഡെവലപ്മെന്റിന്റെ സമയത്ത് ആവാസ് യോജനയ്ക്ക് തിരുവനന്തപുരത്ത് കൊടുത്തതാണ്, ഉപയോഗിച്ചിട്ടില്ല. ഈ മോഡിജി കൊടുത്ത ക്രെഡിറ്റ് കാർഡ്, മണക്കാടുള്ള ഒരു തെരുവ് കച്ചവടക്കാരനാണ് ആ കാർഡ് കൊടുത്തത്. തെരുവ് കച്ചവടത്തിന് ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷന് ക്രെഡിറ്റ് കാർഡ് കൊടുക്കാൻ പറഞ്ഞതാണ് കഴിഞ്ഞ പദ്ധതിയിൽ, കൊടുത്തിട്ടില്ല. ഇപ്പോഴത്തെ BJP മേയർ വന്നപ്പോഴാണ് പ്രധാനമന്ത്രി ആ മണക്കാടുള്ള ആളിനെ വിളിച്ച് ക്രെഡിറ്റ് കാർഡ്, വേറൊരു സഹോദരി വിളിച്ച് ക്രെഡിറ്റ് കാർഡ്, വഴിയോര കച്ചവട ക്രെഡിറ്റ് കാർഡ് ബാങ്കിൽ നിന്ന് ഫ്രീ ലോൺ എടുക്കുന്നതിന് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ നേരിട്ട് ബാങ്കിൽ സമീപിച്ചാൽ ചില കാര്യങ്ങൾക്കൊക്കെ ബാങ്കുകാർ നിരുത്സാഹപ്പെടുത്തിക്കളെ. ബാങ്ക് അതറിഞ്ഞൂടെ ചേട്ടനെ? ബാങ്ക് എപ്പോഴും ഇടതുപക്ഷ സിൻഡിക്കേറ്റിൻ്റെ ഓഫീസേഴ്സാണ്. നമ്മൾ പണ്ടൊരിക്കൽ SB മെയിൻ ബ്രാഞ്ച്, ട്രഷറി ബ്രാഞ്ചിൽ നമ്മുടെ ഇന്നത്തെ മന്ത്രി ശിവൻകുട്ടി സഖാവ് പോയി ഒരു ബാങ്ക് GM ജനറൽ മാനേജറിന് ഉടക്കിയത് ഓർമ്മയില്ലേ? ലിഫ്റ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞു. ബാങ്ക് എപ്പോഴും, ബാങ്ക് ഓഫീസ് ഇടതുപക്ഷ ചിന്താഗതിയിൽപ്പെട്ട കുറേ വികസനം ആഗ്രഹിക്കാത്തവരാണ്. ഇന്നും തുക്ലക് മോഡലിലുള്ള പ്രവർത്തനമാണ് ബാങ്കുകൾ ചെയ്യുന്നത്. ഒരു ലോണിന് വേണ്ടി സാധാരണക്കാർ കൊണ്ടൊരു ബാങ്ക് മാനേജർ എടുത്ത് ചെല്ലുമ്പം ഇതിവിടെ ഒക്കെയൊന്നുമില്ല. ഗവൺമെൻറ് നിർമ്മലാ നിയമം പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയാണ്, കർഷകശ്രീ അല്ലെങ്കിൽ വായ്പ, ആത്മനിർഭർ ഭാരതം, അല്ലെങ്കിൽ പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ വേണ്ടിയുള്ള ലോണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ച് നോട്ടിഫിക്കേഷൻ റിസർവ് ബാങ്ക് വഴി വന്ന് മെയിൻ ബാങ്ക് മാനേജർക്ക്, ചീഫ് മാനേജർക്ക് പോയി അവിടുന്ന് ഓരോ ബാങ്ക് മാനേജർ കഴിയുമ്പം അവരെ കുടുംബത്തിൽ നിന്ന് കൊടുക്കുന്ന കാശ് പോലെയാണ് പാവങ്ങളെ വിരട്ടുന്നത്. ഈ അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായി. ബാലരാമത്തൊരു ടെക്സ്റ്റൈലിൽ നെയ്ത്ത് തൊഴിലാളിയുടെ അവർക്ക് സാധാരണ 10,000-20,000 രൂപ ബാങ്കിന് വേണ്ടി പോയപ്പോൾ കൊടുത്തില്ല. ആ കാനറ ബാങ്ക് എന്തോ ആണ്. അവസാനം ആ കുട്ടി അവരുടെ കലം കഴുകാൻ പോകുന്ന ഒരു ചേച്ചിയാണ്. മകളെ പഠിപ്പിക്കുവാൻ വേണ്ടി ഓരോ വീട്ടിലും കലം കഴുകി തുണി കഴുകി പഠിപ്പിക്കുന്നു. അപ്പോൾ എന്തോ നെയ്ത്തിനോ താരി ചുറ്റുന്നതിനോ ലോണുണ്ട്. അതിനുവേണ്ടി അപേക്ഷിച്ചപ്പോൾ പറഞ്ഞു ഇതൊക്കെ പ്രഖ്യാപിച്ചവരെ വീട്ടിൽ പോകാൻ. എന്ത് ധാർഷ്ട്യമായ നിലപാടാണ് ആ യൂണിയൻ നേതാവായ മാനേജർ ചെയ്തത്. അവസാനം ആ കുട്ടി മോഡിജിക്ക് കംപ്ലൈൻ്റ് അയച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കാം നരേന്ദ്രമോദി ഈ വക കാര്യങ്ങൾ ഒന്നുകൂടി എടുത്തു പറഞ്ഞത്. തീർച്ചയായിട്ടും. അപ്പം ഈ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാൾ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി നിൽക്കുമ്പോൾ ഇത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കും എന്നും മോദിജി മനസ്സിലാക്കുന്നു. കാരണം ഇതിനകത്ത് ഒരുപാട് ഈ നൂലാമാലകളുണ്ട്. ഇപ്പോൾ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുണ്ട്. മുഖ്യമന്ത്രി ഇരിക്കുന്ന യോഗത്തിൽ തന്നെ റെയിൽവേയുടെ വികസന കാഴ്ചപ്പാട് പറഞ്ഞപ്പോൾ മോഡിജി സൂചിപ്പിച്ചു, സംസ്ഥാനത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിൽ മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിൽ അവതരിപ്പിച്ച് ചീഫ് സെക്രട്ടറിയാണ് കേന്ദ്രത്തിൽ അയക്കേണ്ടത്. അല്ലാതെ ഡയറക്ടറായിട്ട് കേന്ദ്രത്തിൻ്റെ പദ്ധതി പ്രധാനമന്ത്രിക്ക് ഇവിടെ ഒന്ന് പ്രഖ്യാപിക്കാൻ, പദ്ധതികൾ പ്രഖ്യാപിക്കാം, അതിനുള്ള അലോക്കേഷൻ കൊടുക്കേണ്ടത് പേപ്പർ വർക്കുകൾ വഴിയാണ്. കേരള ചീഫ് സെക്രട്ടറി കേന്ദ്ര സെക്രട്ടറിക്ക് കൊടുക്കണം, മന്ത്രാലയത്തിനോ. ഉദാഹരണത്തിന് വിഴിഞ്ഞം ലിങ്ക് റോഡ് വേണം, മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അത് ഷിപ്പിംഗ് മന്ത്രാലയമായിട്ട് ഡിസ്കഷൻ ചെയ്യും. ആ ഷിപ്പിംഗ് സെക്രട്ടറി ധനകാര്യ മന്ത്രിയുടെ നിർമ്മലാ മാമിൻ്റെ സെക്രട്ടറിക്ക് കത്തയക്കും. വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ കണ്ടെയ്നർ പോകുന്നതിന് 1000 കോടി രൂപ അവിടുത്തെ അക്വസിഷന് വേണ്ടി വീടുകൾ എടുക്കുന്ന, വസ്തുക്കൾ എടുക്കുന്നവർക്ക് കൊടുക്കണം. അതൊക്കെ ഒരു നൂലാമാലകളാണ് ചേട്ടാ. അല്ല ടക്കനെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് പ്രഖ്യാപിച്ചിട്ട് നാളെ ഡൽഹിയിൽ പോയിട്ട് റിസർവ് ബാങ്ക് വഴി ട്രഷറിയിൽ പൈസ എത്തിക്കാൻ ഒക്കില്ല. ഇതൊരു ക്രയവിക്രയ ബ്യൂറോക്രാറ്റ് സംവിധാനമുണ്ട്. ആ ക്രയവിക്രയ ബ്യൂറോക്രാറ്റ് സംവിധാനത്തിൽ സംസ്ഥാന സർക്കാരിന് 1 മാസം താമസിക്കണമെങ്കിൽ താമസിപ്പിക്കാം. അപ്പോൾ ഇലക്ഷൻ അടുപ്പിച്ചാവുമ്പോൾ ഇവരങ്ങ് ഡിക്ലെയർ ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രധാനമന്ത്രി വന്ന് ഇന്നലെ ഉദ്ഘാടനം ചെയ്തു പോയി. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2ാം ഘട്ട തുറമുഖം നികത്തുന്നതിൻ്റെയും കാർഗോ ഇറക്കുന്നതിൻ്റെയും ബർത്ത് ഉദ്ഘാടനം ഇന്ന് 4 മണിക്ക് ചെയ്യുകയാണ്. അത് അധികാര വികേന്ദ്രീകരണത്തിൽ ഒരു സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് മുഖ്യമന്ത്രി കൊടുത്തിട്ടുള്ള ഒരു ഇതാണ്. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രധാനമന്ത്രി, മോഡിജി, പിണറായിജി മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ കീഴിൽ വരുന്നതാണ് തുറമുഖങ്ങൾ, തുറമുഖ വകുപ്പ്. കടപ്പുറവും കടലും പരിസ്ഥിതിയുമെല്ലാം കേന്ദ്രത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ രാജീവ് ചന്ദ്രശേഖറിന് പുതിയ നിർദ്ദേശങ്ങൾ നൽകിയാണ് മോദി മടങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ കൊടുത്തിട്ടുള്ള എല്ലാ പദ്ധതിയും, വിഴിഞ്ഞം പദ്ധതിയുടേത്, ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ്,
പുതിയ ബ്രഹ്മോസ് മാറ്റുന്നത്, തിരുവനന്തപുരത്തിൻ്റെ വീണ്ടും ഡെവലപ്മെൻറ്റിന് സ്റ്റേറ്റ് ചോദിക്കുന്ന 2500 കോടി രൂപയാണ് തിരുവനന്തപുരത്തിൻ്റെ മാത്രം. പിന്നെ ഷിപ്പിംഗ് മന്ത്രാലയത്തിന്, കൊച്ചിയുടെ വികസനത്തിന്, കോഴിക്കോടത്തിൻ്റെ വികസനത്തിന്, നാവിക അക്കാദമി കണ്ണൂർ അതിൻ്റെ ഡെവലപ്മെൻറ്റ്, നിരവധി കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഫയലാണ് ആരാധ്യനായ പ്രധാനമന്ത്രിക്ക് ചന്ദ്രശേഖർജി കൊടുത്തിട്ടുള്ളതും. ഇവിടെ തന്നെ മേയർ കൊടുക്കുന്ന ഫയൽ നമ്മൾ കണ്ടല്ലോ. കാരണം ഈ നായ്ക്കളെ പിടിച്ച് കൊണ്ടിട്ടാൽ അതിനുള്ള ഭക്ഷണങ്ങൾ, അതിനുള്ള കുത്തിവയ്പ്പ്, അതിനുള്ള വന്ധ്യംകരണങ്ങൾ, ഇതിനെല്ലാം ഇവിടെ സംവിധാനങ്ങളില്ല. ന്യൂ ടെക്നോളജിയിൽ കേന്ദ്രം കൊടുക്കണം. അതുകൊണ്ട് ഇവിടുത്തെ ആമയിഴഞ്ചാൻ തോട് പോലുള്ളത് ശുചീകരിക്കുന്നതിന് കേന്ദ്ര പരിസ്ഥിതിയുടെ അനുമതി വേണം. അതിൻ്റെ റിപ്പോർട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഇത്രയും തുറമുഖം കപ്പൽ വരുമ്പോൾ വേസ്റ്റ് വരെയാണ്. അതാ മുല്ലൂർ വാർഡിൽ, വിഴിഞ്ഞം വാർഡിനകത്ത് ശേഖരിക്കേണ്ട വേസ്റ്റ് മാനേജ്മെൻറ്റ് കുഴികളും ബാക്കിയുള്ള പദ്ധതി, അത് തന്നെ 2-3 പേജുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ മുകളിൽ കൂടി പോകുന്ന കേബിളുകളെല്ലാം അണ്ടർഗ്രൗണ്ട് ആക്കുന്നു. ഒരുപടി അതിൽ 1-2 കാര്യങ്ങൾ എനിക്കറിയാം. ഞാനും അതിൽ ഭാഗവാക്കായതുകൊണ്ട് നല്ലൊരു പ്രോജക്റ്റ് റിപ്പോർട്ടാണ് പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്നത്. പ്രധാനമന്ത്രി നല്ല രീതിയിൽ അത് സ്വീകരിച്ചു. പ്രധാനമന്ത്രിയുടെ സെക്രട്ടറിക്ക് കൊടുത്ത് പഠിച്ചിട്ട് ഈ വരുന്ന അസംബ്ലിക്ക് മുമ്പേ ഒരു ഫണ്ട് പ്രഖ്യാപനം ഉണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.